വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. ജെസി സാറാണ്, ജിതിൻ സാറാണ് സംസാരിക്കുന്നത്. മക്കളെ, നമുക്കറിയാം എക്സാമിന് കുറഞ്ഞ സമയങ്ങൾ കൂടി മാത്രമാണ് നമുക്ക് മുമ്പിലുള്ളത്. ഈ ഒരു അവസരത്തിൽ പല ആളുകളും ചിന്തിക്കുക, എങ്ങനെ കുറഞ്ഞ സമയത്തിനുള്ളിൽ വലിയ മാർക്കുകൾ സ്കോർ ചെയ്യാമെന്നതാണ് പല ആൾക്കാരും ചിന്തിക്കുന്നത്. അതിനു വേണ്ടിയുള്ള കുറച്ച് ഭാഗങ്ങളുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ബുദ്ധിയുള്ള ആളുകൾ ചിന്തിക്കുക, അല്ലെങ്കിൽ പ്രവർത്തിക്കുക, എളുപ്പത്തിൽ ഇതുപോലെ തന്നെ മാർക്ക് ഇപ്പോൾ സ്കോർ ചെയ്യാനാണ്. മകളെ, നിങ്ങൾ കണ്ടത് പ്രധാനമായിട്ടും നമുക്കറിയാം സോഷ്യൽ സയൻസിനകത്തെ ഹിസ്റ്ററിക്കകത്തെ രണ്ടാമത്തെ ചാപ്റ്റർ ഉണ്ടല്ലോ, ഐഡിയാസ് ആൻഡ് ഏർലി സ്റ്റേറ്റ് എന്ന് പറഞ്ഞ ചാപ്റ്റർ, ആശയങ്ങളും ആദ്യകാല രാഷ്ട്രങ്ങളും എന്ന് പറഞ്ഞ ചാപ്റ്റർ ഉണ്ടല്ലോ. ആ ചാപ്റ്ററിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണ്, എളുപ്പത്തിൽ പഠിച്ചെടുക്കാവുന്ന ഭാഗങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ആദ്യമായിട്ട് നിങ്ങൾ നോക്കും മക്കളെ, പ്രധാനമായിട്ട് നിങ്ങൾക്കറിയാം ഈ പറഞ്ഞ 6th സെഞ്ചുറിക്കകത്ത്, ഈ പറഞ്ഞ 6ാം നൂറ്റാണ്ട് BC-ക്കകത്ത് പ്രധാനമായിട്ടും ഈ പറഞ്ഞ ഗാൻജറ്റിക് ബ്ലേസ് അല്ലെങ്കിൽ ഗംഗാ സമതലത്തിനകത്ത് ഒരുപാട് പുതിയ ആശയങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. അതിന്റെ മെറ്റീരിയൽ കണ്ടീഷൻസ് അല്ലെങ്കിൽ ഭൗതിക സാഹചര്യങ്ങൾ എന്ത് എന്ന് പറഞ്ഞിട്ട് ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പൊ മക്കളെ, നിങ്ങൾ കാണുന്നുണ്ട് പ്രധാനമായിട്ട് നിങ്ങൾക്കറിയാം ദ മെറ്റീരിയൽ കണ്ടീഷൻ ഓഫ് ദി ഗാൻജറ്റിക് പ്ലെയിൻ പ്ലേഡ് ആൻ ഇമ്പോർട്ടന്റ് റോൾ ഇൻ ദ ഡെവലപ്മെന്റ് ഓഫ് ന്യൂ ഐഡിയാസ്. അപ്പൊ BC 6ാം നൂറ്റാണ്ടിനകത്ത് ഇന്ത്യയിലെ പുതിയ ആശയങ്ങളുടെ വളർച്ചയിൽ ഗംഗാ സമതലത്തിലെ ഭൗതിക സാഹചര്യങ്ങൾ പ്രധാന പങ്കുവച്ചു. ആ ഭൗതിക സാഹചര്യങ്ങൾ, ആ മെറ്റീരിയൽ കണ്ടീഷൻസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ആ മെറ്റീരിയൽ കണ്ടീഷൻസ് അല്ലെങ്കിൽ ആ ഭൗതിക സാഹചര്യങ്ങൾ എന്തൊക്കെയായിരുന്നു നാം നോക്കുന്നത്. ഫസ്റ്റ് വൺ നിങ്ങൾ നോക്ക്. ആ കാലഘട്ടത്തിൽ നമുക്കറിയാം യൂസ് ഓഫ് അയൺ വെപ്പൺസ്, ഇരുമ്പ് ഉപകരണങ്ങൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഇത് ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. സെക്കൻഡ് പോയിന്റ്, ഈ ഇരുമ്പ് ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഒരുപാട് കൃഷി ചെയ്തിരുന്നു. അങ്ങനെ കൃഷിയിൽ ഒരുപാട് വളർച്ചയുണ്ടായിരുന്നു. അതാണ് പറയുന്നത് അഗ്രികൾച്ചർ പ്രോഗ്രസ് അല്ലെങ്കിൽ കൃഷിയുടെ പുരോഗതി എന്ന് പറയുന്നത്. അതാണ് സെക്കൻഡ് പോയിന്റ്. ഇനി തേർഡ് വൺ നിങ്ങൾ നോക്ക്. മൂന്നാമത്തത്, ഈ കൃഷിയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് കൃഷി ചെയ്ത് നമ്മൾ ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കി, അത് പല സ്ഥലങ്ങളിലായിട്ട് നമ്മൾ വിറ്റു. അങ്ങനെ ട്രേഡ് ഡെവലപ്പ് ചെയ്തു അല്ലെങ്കിൽ കച്ചവടം ഉണ്ടായി. അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് നഗരങ്ങൾ ഉയർന്നു വന്നു. സോ ദ എമർജൻസ് ഓഫ് ട്രേഡ് ആൻഡ് സിറ്റീസ്, വ്യാപാരങ്ങളുടെയും നഗരങ്ങളുടെയും ഉദയമാണ് ഇത് 3. ഇങ്ങനെ പ്രധാനപ്പെട്ട 3 പോയിന്റുകളാണ് ഈ പറഞ്ഞ 6th സെഞ്ചുറി BC-ക്കകത്ത് ഗാൻജറ്റിക് പ്ലെയിൻസിൽ പ്രധാനമായിട്ടും ഇതുപോലെ പുതിയ ആശയങ്ങൾ വളർന്നു വരാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത്. നിർബന്ധമായിട്ട് പഠിച്ചു വെച്ചോണം. ആകെ 3 പോയിന്റാണ് മക്കളെ, മിനിമം ഒരു 3 മാർക്കിന് ചോദിക്കുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണിത്. ഇനി മക്കൾ കണ്ടത് പ്രധാനമായിട്ടും അടുത്ത് പറയാൻ പോകുന്നത് ജൈനിസവുമായി ബന്ധപ്പെട്ടാണ്. ജൈനിസത്തിനകത്ത് എങ്ങനെ എളുപ്പത്തിൽ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും, അതിന്റെ പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാണ് സാർ ഇനി പറയാൻ പോകുന്നത്. മക്കളെ, ജൈനിസത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് എളുപ്പത്തിൽ പഠിച്ചെടുക്കാവുന്ന ഒന്നാണ് ജൈനിസ്റ്റ് പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ ജൈനമത തത്വങ്ങൾ. ജൈനമത തത്വങ്ങളെ നമ്മൾ വിളിക്കുന്ന പേര് ത്രിരത്നങ്ങൾ എന്നാണ് വിളിക്കുന്നത്. ത്രിരത്നാസ് എന്നാണ് പറയുന്നത്. അതിൽ ഒന്നാമത്തെ നിങ്ങൾ മനസ്സിലാക്കുന്നത് എന്താണ് ത്രിരത്നത്തിൽ പറഞ്ഞ ഒന്നാമത്തെ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ തത്വം എന്താണ്? റൈറ്റ് ബിലീഫ് അല്ലെങ്കിൽ ശരിയായ വിശ്വാസമാണ്. റൈറ്റ് ബിലീഫ് അല്ലെങ്കിൽ ശരിയായ വിശ്വാസം. സെക്കൻഡ് വൺ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് റൈറ്റ് നോളജ് അല്ലെങ്കിൽ ശരിയായ അറിവാണ്. റൈറ്റ് നോളജ് അല്ലെങ്കിൽ ശരിയായ അറിവാണ് ഇത് 2 വൺ. തേർഡ് വൺ നിങ്ങൾ കണ്ടത് റൈറ്റ് ആക്ഷൻ ആണ്. റൈറ്റ് ആക്ഷൻ അല്ലെങ്കിൽ ശരിയായ പ്രവൃത്തിയാണ്. ഇങ്ങനെ 3 പ്രധാനപ്പെട്ട പോയിന്റുകളാണ് നമ്മൾ അവിടെ പഠിച്ചു വെക്കേണ്ടത്. അതാണ് ത്രിരത്നം. നിർബന്ധമായി പഠിച്ചു വെച്ചോളണം. ത്രിരത്ന എവിടെയുമായി ബന്ധപ്പെട്ടാണ്? ജൈന മതവുമായി ബന്ധപ്പെട്ടാണുള്ളത്. മക്കൾ പഠിച്ചു വെച്ചോളാം. ഈസി ആയിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇനി അടുത്തത് നിങ്ങൾ ബുദ്ധിസത്തിലാണ്. ബുദ്ധിസത്തിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് അല്ലെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് പഠിച്ചെടുക്കാവുന്ന ടോപ്പിക് ഏതാണ്? അത് നമ്മളെ വേറൊന്നുമല്ല, അഷ്ടാംഗ മാർഗമാണ്. 8 ഫോൾഡ് പാത്ത് അല്ലെങ്കിൽ അഷ്ടാംഗ മാർഗത്തിനെ കുറിച്ചാണ്. അഷ്ടാംഗ മാർഗത്തിനെ കുറിച്ച് നമുക്ക് എന്തൊക്കെ പ്രധാനപ്പെട്ട പോയിന്റുകളാണ്? 8 പ്രധാനപ്പെട്ട പോയിന്റുകളാണ് അല്ലെ. ബുദ്ധൻ അന്ന് അഷ്ടാംഗ മാർഗം അനുഷ്ഠിക്കാൻ പറയുന്നുണ്ട്. പ്രധാനമായിട്ടും അനുഷ്ഠിക്കാൻ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് റൈറ്റ് വിഷൻ ആണ് അല്ലെ. ഒന്ന് റൈറ്റ് വിഷൻ അല്ലെങ്കിൽ ശരിയായ വീക്ഷണമാണ്. സെക്കൻഡ് വൺ നിങ്ങൾ നോക്ക്, റൈറ്റ് ഇന്റൻഷൻ ശരിയായ ചിന്തയാണ്. തേർഡ് വൺ റൈറ്റ് സ്പീച്ച് അല്ലെങ്കിൽ ശരിയായ വാക്കാണ്. നെക്സ്റ്റ് വൺ റൈറ്റ് ആക്ഷൻ അല്ലെങ്കിൽ ശരിയായ പ്രവൃത്തിയാണ്. ഫിഫ്ത് വൺ നിങ്ങൾ നോക്ക്, റൈറ്റ് ലിവ്ലിഹുഡ് അല്ലെങ്കിൽ ശരിയായ ജീവിതമാണ്. സിക്സ്ത് വൺ റൈറ്റ് എഫേർട്ട് അല്ലെങ്കിൽ ശരിയായ പരിശ്രമമാണ്. 7th വൺ നിങ്ങൾ നോക്ക്, റൈറ്റ് അവയർനെസ് അല്ലെങ്കിൽ ശരിയായ സ്മരണയാണ്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ റൈറ്റ് മെഡിറ്റേഷൻ അല്ലെങ്കിൽ ശരിയായ ധ്യാനം. ഇങ്ങനെ പ്രധാനപ്പെട്ട 8 പോയിന്റുകൾ പഠിച്ചു വെച്ചാൽ അഷ്ടാംഗ മാർഗത്തിനെ കുറിച്ച് നമുക്ക് കിട്ടും. അഷ്ടാംഗ മാർഗം 8 പ്രധാനപ്പെട്ടാണ്. 8 ഫോൾഡ് പാത്ത് എന്നാണ് നമ്മൾ ഇംഗ്ലീഷിൽ അതിനെ പറയുന്നത്. ഓക്കെ, റെഡി അല്ലേ? അങ്ങനെയെങ്കിൽ മക്കളെ, നമുക്ക് ഇനി അടുത്ത് നോക്കാം. അടുത്ത പ്രധാനമായിട്ട് കാണുന്നത് ദ മെയിൻ ഐഡിയാസ് ഓഫ് അശോകധർമ്മയാണ്. അശോകധർമ്മയിലെ പ്രധാനപ്പെട്ട ആശയങ്ങളാണ് ചോദിച്ചത്. അശോകധർമ്മയിൽ പറയുന്ന പ്രധാനപ്പെട്ട ആശയങ്ങൾ എന്തൊക്കെ? 3 പ്രധാനപ്പെട്ട ആശയങ്ങളുണ്ട്, 3 എണ്ണം. അതിലൊന്ന് നോക്കി, ബി ടോളറന്റ് ടു അതർ റിലീജിയൻ എന്ന് പറയുന്നുണ്ട്. അതായത് മറ്റു മതവിശ്വാസികളോട് സഹിഷ്ണുത കാണിക്കാൻ അശോകൻ പറയുന്നുണ്ട്. അതാണ് ഇത് 1. ഇനി രണ്ടാമത്തത് റെസ്പെക്ട് എൽഡേഴ്സ് ആൻഡ് ടീച്ചേഴ്സ്. ഈ പറയുന്ന മുതിർന്നവരെയും ഗുരുക്കന്മാരെയും ബഹുമാനിക്കാൻ എന്ത് ചെയ്യുന്നുണ്ട്? അശോക ചക്രവർത്തി പറയുന്നുണ്ട്. അതാണ് 2ാമത്തെ പോയിന്റ്. നെക്സ്റ്റ് വൺ, ബി കൈൻഡ് ടു സ്ലേവ് ആൻഡ് ദ സിക്ക് എന്ന് പറയുന്നുണ്ട്. ഈ പറയുന്ന അടിമകളോടും രോഗികളോടും ദയ കാണിക്കാൻ എന്ത് ചെയ്യുന്നുണ്ട്? അദ്ദേഹം പറയുന്നുണ്ട്. ഇങ്ങനെ പ്രധാനപ്പെട്ട 3 പോയിന്റുകളാണ് അശോകധർമ്മയിൽ അല്ലെങ്കിൽ അശോകധമയിൽ എന്ത് ചെയ്യുന്നത് പറയുന്നത്. ധർമ്മം എന്നും ധമ എന്ന് പറയുന്നത് ഒക്കെ എന്താണ്? ശരിയാണ് എന്നുള്ളത് മക്കൾ മനസ്സിലാക്കട്ടോ. അപ്പൊ 3 പോയിന്റ് പഠിച്ചു വെച്ചാൽ എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നെക്സ്റ്റ് മക്കളെ നിങ്ങൾ കണ്ടത് മൗര്യൻ ആർമിയാണ്. പ്രധാനപ്പെട്ട മൗര്യൻ സൈന്യത്തെ കുറിച്ചാണ്. നിർബന്ധമായും നമുക്ക് ചോദിക്കുന്ന സാധ്യതയുള്ള വലിയൊരു ചോദ്യങ്ങളിൽ ഒന്നാണ് മൗര്യൻ ആർമിയുടെ പ്രധാനപ്പെട്ട അതിന്റെ ഡിവിഷൻസ് ഉണ്ട്. 5 ഡിവിഷൻസ് ഉണ്ട്. 5 വിഭാഗങ്ങൾ ഉണ്ടായിരുന്നു. ആ 5 വിഭാഗങ്ങളുടെ പേര് നിർബന്ധമായി ചോദിക്കും. മക്കളെ, ഒന്നാമതായിട്ട് നിങ്ങൾ കാണുന്നത്
ഇൻഫെൻട്രി ആണ് പ്രധാനമായിട്ടും ഇതുപോലെ കുന്തമൊക്കെ പിടിച്ചുകൊണ്ട് നടക്കുന്ന ഇൻഫെൻട്രി ആണ്. നിങ്ങൾക്ക് അവിടെ പിക്ചറിൽ കാണാം ഇൻഫെൻട്രി, കാലാൾപ്പടയാണ് ഇത് ഒന്ന്. രണ്ടാമത് നിങ്ങൾ കണ്ടത് കാവൽറി ആണ്, കുതിരപ്പടയാണ്. കുതിരപ്പടയാണ് ഇത് രണ്ട്, അതാണ് സെക്കൻഡ് വൺ. തേർഡ് വൺ നിങ്ങൾ നോക്കി ചാരിയറ്റ് അല്ലെങ്കിൽ തേരാണ്. നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും തേരിന് നിങ്ങൾക്ക് കാണാൻ പറ്റും. തേർഡ് വൺ നിങ്ങൾ നോക്കി തേര് കാണാം, ചാരിയറ്റ് അല്ലെങ്കിൽ തേരാണ്. നെക്സ്റ്റ് വൺ നിങ്ങൾ നോക്കി എലിഫന്റ് ആണ്, ഗജസേനയാണ്. ആനയാണ് ഗജസേന അല്ലെങ്കിൽ ഈ പറഞ്ഞ എലിഫന്റ്സ് ആണ് ഇത് ഈ പറയുന്ന നാലാമത്തത്. അഞ്ചാമതായി നിങ്ങൾക്ക് കാണാൻ പറ്റും നേവിയാണ് അല്ലെങ്കിൽ നാവികസേനയാണ്. അതാണ് ലാസ്റ്റ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് നേവിയാണ്. മക്കളെ ഇങ്ങനെ പ്രധാനപ്പെട്ട 5 ഡിവിഷൻസ് ആണ് ഈ മൗര്യൻ എംപയറിനുണ്ടായിരുന്നത്. അവരുടെ സൈന്യം എന്ന് പറയുന്നത് 5 പ്രധാനപ്പെട്ടതാണ്. ഈ 5 പേര് നിർബന്ധമായിട്ട് പഠിച്ചു വെച്ചോളൂ മക്കളെ, എന്തായാലും ചോദിക്കും. അപ്പൊ മക്കളെ ഇത്രയുമാണ് നമ്മൾക്ക് ഈ ഒരു ഭാഗത്ത് ഈ ഒരു ക്ലാസ്സിനകത്ത് നമ്മൾ പറയുന്ന പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. ബുദ്ധിയുള്ള ആളുകളാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതൊക്കെ എന്ത് ചെയ്യും, നിർബന്ധമായിട്ട് ആദ്യം തന്നെ ഇതൊക്കെ പഠിച്ചു വെക്കും. കാരണം എളുപ്പത്തിൽ കുറഞ്ഞ പോയിന്റുകൾ മാത്രമാണ്. അപ്പൊ എളുപ്പത്തിൽ അവരെന്ത് ചെയ്യും, ഇതൊക്കെ പഠിച്ചു വെക്കും. ഉറപ്പുള്ള കാര്യമാണ്, ഇതൊക്കെ എക്സാമിന് ചോദിക്കും. മക്കളെ ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ളത് പ്രധാനപ്പെട്ട മേഖലകൾ മാത്രമാണ്. പക്ഷേ ഞാൻ പറയുന്നു പ്രധാനപ്പെട്ട ചോദ്യങ്ങളുമായിട്ട് ഇതിലൊക്കെ വരുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ, നിങ്ങൾക്ക് എക്സാമിന് വരുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഉണ്ടല്ലോ, അത് ഞങ്ങൾ ഇന്ന് ലൈവിൽ വരുന്നുണ്ട്. ഇന്ന് ലൈവിൽ നമ്മൾ അതൊക്കെ എന്ത് ചെയ്യും, ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയും. അപ്പൊ നിർബന്ധമായും നിങ്ങൾ ഇന്ന് വൈകുന്നേരം നടക്കുന്ന ലൈവിനകത്ത് മാക്സിമം എല്ലാ ആൾക്കാരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനെ കൂടി വിളിച്ചു വരിക. ലൈവിനകത്ത് നമ്മൾ ഷുവർ ക്വസ്റ്റ്യൻസ് നമ്മൾ നിങ്ങൾക്ക് പറഞ്ഞു തരും. സോ ലൈവിൽ കാണാം. സോ ബൈ എവരിവൺ, ബൈ ബൈ ബൈ.